നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് നെഞ്ചാക്ക് എന്ന് പറയുന്ന മാരകായുധത്തെ കുറിച്ചാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ മരിക്കുകയുണ്ടായി. നെഞ്ചാക്കിന് തലക്കടിയേറ്റിട്ടാണ് ആ പയ്യൻ മരിച്ചിട്ടുള്ളത്. തലക്കടിയേറ്റ് തലയോട്ടി പൊളിഞ്ഞ് ഇന്നർ ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ടാണ് ആ പയ്യൻ മരിച്ചത്. ആ ഒരു സാഹചര്യം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ നെഞ്ചാക്ക് എന്ന് പറയുന്ന ആയുധം എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ നെഞ്ചാക്ക് എന്ന് പറയുന്ന ആയുധം ആരും തന്നെ കൈവശം വെക്കാൻ പാടില്ല. കൈവശം വെക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഈ നെഞ്ചാക്ക് എന്ന് പറയുന്ന കാര്യം കയ്യിൽ വെക്കാൻ പാടില്ല. മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രാക്ടീസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഇത് യൂസ് ചെയ്യാന്നല്ലാണ്ട് ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടി ആരും തന്നെ നെഞ്ചാക്ക് കൈവശം വെക്കാൻ പാടില്ല. ഈ ഒരു നെഞ്ചാക്ക് എന്ന് പറയുന്ന ആയുധത്തിന്റെ പർപ്പസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നത് തടയുക എന്നുള്ളതാണ്. ഒരാൾക്ക് നെഞ്ചാക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ സമയം 10 പേരെ വരെ നേരിടാനായിട്ട് ഈ നെഞ്ചാക്ക് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. അതാണ് നെഞ്ചാക്ക് എന്ന് പറയുന്ന ആയുധത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇത് തികച്ചും സെൽഫ് ഡിഫെൻസ് എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഈ നെഞ്ചാക്ക് യൂസ് ചെയ്യുന്നത്. ഒരാളെ മനഃപൂർവ്വം ഉപദ്രവിക്കുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയല്ല നെഞ്ചാക്ക് ഉപയോഗിക്കേണ്ടത്. സെൽഫ് ഡിഫെൻസ് എന്നതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഈ നെഞ്ചാക്ക് എന്ന് പറയുന്ന ആയുധത്തിൻ്റെ പവർ എന്ന് പറയുന്നത് 1400 പൗണ്ട് പവറാണ് നമ്മൾ നെഞ്ചാക്ക് വീശി അടിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. തലയോട്ടി പൊളിയാനായിട്ട് 8 മുതൽ 10 വരെ പൗണ്ട് പവർ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ നെഞ്ചാക്ക് എന്ന് പറയുന്ന ആയുധം വെച്ചുകൊണ്ട് നമ്മൾ നോർമലായിട്ട് ഈ ഒരു രീതിയിൽ പവർഫുള്ളായിട്ട് തലയിലോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തലയോട്ടി പൊളിയും, ഇന്നർ ബ്ലീഡിങ് ഉണ്ടാവും. അത് മരണത്തിന് കാരണമാകും. ഷഹബാസ് എന്ന് പറയുന്ന പയ്യന് സംഭവിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നെഞ്ചാക്ക് എന്ന് പറയുന്ന ആയുധം ഉപയോഗിക്കുന്നത് വളരെയധികം സൂക്ഷ്മതയോടെ ആയിരിക്കണം. പ്രായപൂർത്തിയായ കുട്ടികൾ ഇതുപോലുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഒരു കുട്ടിയെ മർദ്ദിക്കുക, കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെയധികം ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നൊരു സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന 18 വയസ്സിന് ശേഷമുള്ള ആൾക്കാരായാലും കുട്ടികളായാലും ഈ ഒരു കാര്യങ്ങൾ ഒരിക്കലും സ്ട്രീറ്റ് ഫൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു തീർക്കുക, സോൾവ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആയുധം എടുക്കുക എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.